നമുക്കിപ്പോൾ ഒരു സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാമെന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ പോകുന്നത്. യൂട്യൂബേഴ്സ് എല്ലാം പറയുന്നത് ഈ ഒരു സ്റ്റോക്കിൻ്റെ അപ്പർ ബോട്ടത്തിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, അതുപോലെ തന്നെ ലോവർ ബോട്ടത്തിൽ ഒരു ഹൊറിസോണ്ടൽ ലൈൻ, ഒരു സ്റ്റോക്കിൻ്റെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് അവർ പറയുന്നത്. ബട്ട് റിയാലിറ്റി ഇതല്ല. എങ്ങനെയാണ് ഒരു കറക്റ്റായിട്ടുള്ള ഒരു സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എങ്ങനെ വരയ്ക്കാം എന്ന് നമ്മൾ അതിന് ആദ്യമായിട്ട് വേണ്ടത് ക്യാൻഡിൽ സ്റ്റിക്ക് ടൈപ്പ് എടുത്തതിന് ശേഷം ലൈൻ ചാർട്ട് എടുക്കുക. ആദ്യം ഹൊറിസോണ്ടൽ ലൈൻ ബോട്ടം ലെവലിലും ഹയർ ലെവലിലും പ്ലേസ് ചെയ്തതിന് ശേഷം ഓരോ സപ്പോർട്ട് പോയിന്റിലും ഹൊറിസോണ്ടൽ ലൈൻ പ്ലേസ് ചെയ്യുക. നമ്മൾ ഈ ഒരു ബോട്ടം ലെവലിൽ റെക്റ്റാങ്കുലർ ബോക്സ് പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഹയർ ലെവലിലും റെക്റ്റാങ്കുലർ ബോക്സ് പ്ലേസ് ചെയ്യുക. ഇപ്പം പ്ലേസ് ചെയ്ത രണ്ട് ബോക്സാണ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഒരു റെഡ് സപ്പോർട്ടും അതുപോലെ തന്നെ ഗ്രീൻ ബോക്സ് റെസിസ്റ്റൻസ് ലൈനും. ആ ഒരു റെസിസ്റ്റൻസ് ലൈന് ബ്രേക്ക് ചെയ്ത് പോയ സ്റ്റോക്ക് ഒരു ഹയർ മൂവ്മെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഹയർ ലെവലിൽ പോയ സ്റ്റോക്ക് താഴെ വന്ന് സപ്പോർട്ട് എടുത്തതിന് ശേഷം 2 തവണ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ 2 തവണ സപ്പോർട്ട് ചെയ്തതിന് ശേഷം ആ ഒരു സ്റ്റോക്ക് നല്ലൊരു ഹൈ മൂവ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ ഒരു റെസിസ്റ്റൻസ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് കറക്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലൈൻ. ഓക്കെ.